നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻ വർഷങ്ങൾ നടത്തിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ദാദാഭായ് നവറോജി. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ ജെയിംസ് മാഡിസൺ. രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഓപ്ഷൻ ഡി ആണ് ഹരിയാന. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. അത് നോട്ട് ചെയ്യുക. ഭൗമഘടനയിൽ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിൽ നിന്നും വേർതിരിക്കുന്നു. ശരി. മോഹോ വിച്ഛിന്നയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്? ഓപ്ഷൻ ഡി ആണ് സിന്ധു. തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് 24 ഡിഗ്രി സെൽഷ്യസ്. കേരളത്തിൽ അച്ചൻ കോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് അഗസ്ത്യമല. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പാക്കുന്നതിന് NTPC-യുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ ബി ആണ് ലഡാക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 ശരിയാണ്. പിന്നെ വരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ചേരുംപടി ചേർക്കുക. ഹരിത വിപ്ലവം, ഭക്ഷ്യ ഉൽപാദനം. അടുത്തത് ധവള വിപ്ലവം, പാൽ ഉൽപാദനം. നീല വിപ്ലവം, മത്സ്യം ഉൽപാദനം. അടുത്തത് മഞ്ഞ വിപ്ലവം, എണ്ണക്കുരു ഉൽപാദനം. സുവർണ വിപ്ലവം, പഴം പച്ചക്കറി ഉൽപാദനം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ലാസ്റ്റ് ഛത്തീസ്ഗഡ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? സാമ്പത്തിക വളർച്ച ശരിയാണ്. സ്വാശ്രയത്വം ശരിയാണ്. ആധുനികവൽക്കരണം. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു. ശരിയാണ്. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി.
ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയെന്ന് കണ്ടെത്തുക. സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ശരിയാണ്. അന്യായമായ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം, ഇത് ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായവത് കണ്ടെത്തുക. 395 അനുച്ഛേദങ്ങൾ ശരിയാണ്. 22 ഭാഗങ്ങൾ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 4ഉം ആണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. പിന്നെ വരുന്നത് സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉം. അപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാന് മുഖ്യമന്ത്രിയാണ്. റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിശബ്ദതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ പെടുന്നു. ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏവയെന്ന് കണ്ടെത്തുക. ഫയലുകൾ ശരിയാണ്. ലോഗോ ബുക്ക്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് വനവൽക്കരണം. ജലസംരക്ഷണം, ശുചിത്വം, കൃഷി ഇവയെല്ലാം ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്നവയാണ്. അടുത്തത് ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി. ഓപ്ഷൻ എ ആണ് കരൾ. രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥിയാണ് കരൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ബി ആണ് ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി. ഓപ്ഷൻ സി ലെപ്റ്റോസ്പൈറ. എംഫിസിമ എന്ന രോഗത്തിന് കാരണം. ഓപ്ഷൻ ഡി ആണ് പുകവലി. 4ാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. ഓപ്ഷൻ എ ന്യൂഡൽഹി. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഓപ്ഷൻ സി ആണ് 15 സെൻറ്റിമീറ്റർ. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും ഉയരം കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കും? ഓപ്ഷൻ ബി 95 ഡിഗ്രി. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്ര? ഓപ്ഷൻ സി ആണ് 5. ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ ബി ആണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിൽ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകമാണ് ഹൈഡ്രജൻ. താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? ഓപ്ഷൻ സി ആണ് അമോണിയ. ഇതിൽ ഏതു കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? ഓപ്ഷൻ സി സ്റ്റെഫി ഗ്രാഫ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം KD ജാദവാണ്. ഓപ്ഷൻ ഡി. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരമാണ് KD ജാദവ്. ഇതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആര്? ഓപ്ഷൻ എ വയലാർ രാമവർമ്മ. ONV കുറുപ്പ്, MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയൊക്കെ ജ്ഞാനപീഠം അവാർഡ് നേടിയവരാണ്. ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം? ഓപ്ഷൻ ബി സച്ചിൻ തെണ്ടുൽക്കർ. 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം? ഓപ്ഷൻ സി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ.
ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം? ഓപ്ഷൻ ഡി ആണ് അമേരിക്ക. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഗൂഗിൾ. ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി? ഓപ്ഷൻ ബി ആണ് റീഡ് ഓൺലി മെമ്മറി. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ലാംഗ്വേജ് പ്രോസസ്സറാണ്. ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേര്? ഓപ്ഷൻ സി ആണ് ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൻ്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാം? സർക്കാരിൻ്റെ സർക്കുലറുകൾ, കുറിപ്പുകൾ, ഉത്തരവുകൾ, സർക്കാരിൻ്റെ വിവിധ കരാറുകൾ, ആ പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ, ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 1 മുതൽ 4 വരെയുള്ളവ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ താഴെ പറയുന്നവരിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം? തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആൾ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങൾ. ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എല്ലാ സൂചനകളും പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ശാരീരിക പീഡനം, വൈകാരിക പീഡനം, സാമ്പത്തിക പീഡനം, ലൈംഗിക പീഡനം. 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവയിൽ ആർക്കാണ്? ഓപ്ഷൻ എ ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ ആണ് ഹാർദം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി ആണ് സ്വാമികൾ. ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം? ഓപ്ഷൻ സി ആണ് വിരളം. ബഹുലത്തിൻ്റെ വിപരീതം വിരളം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏത്? കാറ്റുള്ളപ്പോൾ പാറ്റണം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ദ്വന്ദ്വൻ. താഴെ പറയുന്നതിൽ പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആനനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏത്? തണുപ്പുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ളത്. ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ സി ആണ് ചുവപ്പ്. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ സി ആണ് ഉമ്മാച്ചു.